ഇന്തോനേഷ്യയിലെ പ്രസവ രക്ഷയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് കൈക്കൂലി കൊടുത്ത ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കും. ശാരദ, വിമല, ഹരിത ഇവിടെ വരൂ. ഇത് പ്രിയങ്ക, ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. അത് വേറെ സംഭവമല്ലേ. ലേബർ റൂമിനുള്ളിൽ ഞാൻ കയറിയായിരുന്നല്ലോ റഫേന്റെ കൂടെ. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. റഫേന്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്റെ കിളി പാറി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു സൂചി വെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചാൽ തന്നെ വാള് വെക്കും ഞാൻ. എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഫീൽ വരും. പക്ഷെ അന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു എന്റെ പുറത്തൊരു എന്താ കരിയിലെ ജിന്ന് കയറിയ മാതിരിയായിരുന്നു. എനിക്ക് ഭയങ്കര സിഗ്നലാണ്. നമ്മുടെ വണ്ടിയെ ഫൈനൊക്കെ നേരെ അയ്യാന്റെ അക്കൗണ്ടിലേക്ക് പോകട്ടെ. അവിടെ നിന്ന് ഓട്ടോമാറ്റിക് കട്ടാവും. ലേബർ റൂമിൽ അങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേഴ്സും റഫയായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഓപ്പറേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞ് റഫ ബഹളം വെക്കുന്നു. നേഴ്സ് പറയുന്നു ഈ കൊച്ചൊന്നും കൊച്ചെന്ന്. പോട്ടെ എന്ന് പറഞ്ഞ് നേഴ്സ് റഫേന്റെ അടുത്ത് നേഴ്സിന് ദേഷ്യം വരുന്നത്. റഫ പറയുന്നത് എന്നെ ഓപ്പറേഷൻ ചെയ്യൂ എന്ന് പറയുന്ന പോലെ നേഴ്സ് പറയുന്നത് സമാധാനപ്പെടുന്നു. റഫേന്റെ വെപ്രാളം കണ്ടിട്ട് അമ്മ ആണെങ്കിൽ പറയുന്ന ഓപ്പറേഷൻ ചെയ്യാന്നെന്നാ. ഞാനാണെങ്കിൽ ഇത് രണ്ടിനെ നടക്കുന്നു. ചെകുത്താന്റെയും കടലിന്റെ നടുക്കായി പോയി ഞാൻ. ശരിക്കും ഫണ്ണി തന്നെ. ആ സമയത്ത് എന്റെ അവസ്ഥ എനിക്ക് രസമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഞാൻ റഫ എടുത്ത് പറഞ്ഞേ, റഫ ഞാൻ നിനക്ക് 50,000 രൂപ തരാന്ന്. റഫ ചോദിച്ചാൽ 50,000 രൂപ ഞാൻ ഇന്ത്യൻ റുപ്പീസ് 50,000 രൂപ റഫയ്ക്ക് തരാം, നീ ചുമ്മാ എന്തിനാ നിനക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. ലേബർ റൂമിന്റെ ഉള്ളിൽ വെച്ച് പറയുന്നതാണ് കേട്ടോ, റഫയെ ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് റഫ ആ സമയത്ത് ഒന്നും മൈൻഡ് ചെയ്തില്ല. ഡെലിവറി എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് പറയാ എനിക്ക് 50,000 എപ്പം തരുമെന്ന്. ഇപ്പഴും ചോദിക്കുന്നുണ്ട് 50,000 കേട്ടോ. ഞാൻ പറഞ്ഞേ you want that 50,000? Yeah. For what you want 50,000? Selamat pagi. Hello. Hi. This is afternoon. അതെ ആഫ്റ്റർനൂൺ ആണ്. ഉച്ച കഴിഞ്ഞ് സലാമത്ത് പാക്കി രാവിലെ പറയേണ്ടതാണ്. ശരിക്കും നമ്മളിപ്പോ പോകുന്നത് ഇങ്ങോട്ട് എനിക്ക് റഫയ്ക്കുള്ള സാധനം ഉണ്ട്. ഇനി നമ്മുടെ ബേബിക്കുള്ള സാധനം ശരിയാക്കാനുള്ള യാത്രയിലാണ് കേട്ടോ. അത് മാത്രമല്ല, റഫയ്ക്ക് നമുക്ക് ട്രീറ്റ് കൊടുക്കണം. നൂറയെ സമ്മാനിച്ചതല്ലേ, അപ്പൊ റഫയ്ക്ക് ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കുന്ന ദിവസമാണ്. നമുക്ക് റഫയെടുത്ത് അവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് റഫയെടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രസവ രക്ഷയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. Actually so many people asking. In Indonesia there is no post-natal care. We are traveling here and there. In Kerala എനിക്ക് തോന്നുന്നു ഒരു 90 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 40 ദിവസത്തേക്ക് എന്തോ പ്രസവിച്ച ലേഡീസിനെ they will not allow outside for 90 or 40 days. Postpartum. Mother and the baby. Yeah. Indonesia അങ്ങനെ ഉണ്ടോ? ഇന്തോനേഷ്യയിൽ ഉണ്ടോ അങ്ങനെ? Actually it's also like that until 40 days. 40 ദിവസം അല്ലേ? Yeah, postpartum postpartum time, right? But we need to do some documentation. ശരിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ്. പ്രസവ രക്ഷ വരുന്നത് 40 ദിവസമാണ്. 40 ദിവസം അങ്ങനെ പുറത്തൊന്നും പോകത്തില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഇറങ്ങിയത് വാക്സിനേഷനും പിന്നെ ബേബീനെ അവിടുത്തെ ചെക്കപ്പിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ ഇപ്പൊ പോകുന്നത് ഡോക്യുമെന്റേഷന്റെ കാര്യത്തിനാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഇപ്പൊ ഡോക്യുമെന്റേഷന്റെ കാര്യത്തിന് പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പേര് അവർ വേണമെങ്കിൽ ഫാറൂഖ് മുഹമ്മദിന് പകരം ഇന്തോനേഷ്യയിലെ ഗവൺമെന്റ് വേണമെങ്കിൽ ഷാരൂഖ് ഖാൻ എന്നടിക്കും. അപ്പം ഫാറൂഖിന് പകരം ഷാരൂഖ് ഖാൻ എന്നടിക്കും. ഇന്ത്യക്കാരനാണ് വാപ്പാന്ന് പകരം അവർ ഇന്തോനേഷ്യക്കാരനാണെന്ന് പറയും. അങ്ങനെ തെറ്റും തിരുത്തൊക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഒന്നിച്ച് ഈ കാര്യങ്ങൾ പോയി എല്ലാം നേരെ ചൊവ്വ റെഡിയാക്കാനായിട്ടുള്ള പ്ലാനിൽ പോകുന്നത് കേട്ടോ. കാര്യം ഇപ്പോഴേ ഡോക്യുമെന്റുകളെല്ലാം കറക്റ്റായ രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീടൊരു സമയത്ത് കിടന്ന് അലയേണ്ടി വരില്ല. ഒന്നാമത് നമുക്ക് എല്ലാ ഡോക്യുമെന്റിലും പല ട്രാൻസ്ലേഷനും അറ്റസ്റ്റേഷനും ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവസാനം പെടും കേട്ടോ. ബേബീനെ കൊണ്ട് എന്തായാലും ഓഫീസിലോട്ട് കയറില്ല. ഞാൻ ബേബിയായിട്ട് വണ്ടിയിലിരിക്കും, അല്ലെങ്കിൽ റഫ ബേബിയായിട്ട് വണ്ടിയിലിരിക്കും. ഒരാൾ പോയി കാര്യങ്ങൾ ചെയ്യും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി വിമാനമല്ലേ അതോ റോക്കറ്റോ? ഇത് പ്രിയങ്ക, ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഈ വീട്ടില് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹോം നേഴ്സിനെയൊക്കെ വെക്കുമല്ലോ. ഈ ആ ഒരു പീരീഡിലും പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞ് പിറന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു ലേഡീനെ നിർത്തുമല്ലോ, ഒരു ഹോം നേഴ്സ് പോലെ, അവരുടെ പരിചരണത്തിനൊക്കെ ആയിട്ട്. 10-20,000 രൂപ എന്തോ മാസം അവർക്ക് കൊടുക്കാൻ വേണമല്ലോ. എത്രയാണെന്ന് എനിക്കറിയില്ല. നല്ല പൈസ കണ്ടാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള പരിപാടി ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. We will hire home nurse for like postnatal care for the baby. അങ്ങനെ ഉണ്ടോ ഇവിടെ? ഇന്തോനേഷ്യയിലുണ്ടോ? ഉണ്ട് സോറി. ഉണ്ടോ? ഉണ്ട്. Who is your home nurse now?
Everyone at home. Oh yeah, mostly Farooq. Farooq will help. ഞാനാണ് റഫേന്റെ ഹോം നേഴ്സ് ഇപ്പൊ. So we are doing shift, yeah. ഷിഫ്റ്റ്, ഞങ്ങളിപ്പോ ഷിഫ്റ്റ് ആണ്. റഫ ഉണർന്നിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും, ഞാൻ ഉറങ്ങുമ്പോഴത്തേക്ക് റഫ. Yeah, when I sleep, Farooq will take care the baby, and when Farooq sleep, I will take care of the baby. But the problem, നൂറ ഭയങ്കര ബുദ്ധിപരമായാണ് പെരുമാറുന്നത്. എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പിടും, ഉമ്മാന്റെ ഇരിക്കുമ്പോൾ അപ്പിടില്ല. Yeah. While she's sitting on me, she will poop or pee-pees. Because maybe Farooq has something. ഞാൻ എന്താ ബാത്റൂമാ? എന്റെ മടിയിൽ ഇരിക്കുമ്പോ നേരെ Warm vibes. ലെഫ്റ്റ്. No, straight. എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്കും നൂറ അപ്പിടും കേട്ടാ. റഫേന്റെ ഇരിക്കുമ്പോഴത്തേക്കില്ല. ഞാനിങ്ങനെ മടിയിൽ കിടക്കും, മടിയിൽ കിടത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. Because you also give support to her. ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയും പുഷ് ഹാർഡർ, കഴിയും നൂറയെ കൊണ്ട് കഴിയും, പോരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ എന്നാൽ റഫേന്റെ അടുത്ത് ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല. അതാണ് സംഭവം. നമ്മളിപ്പോ പോകുന്നത് ഒരു അണ്ടർ പാസിൽ കൂടാട്ടോ. ദുബായ് ഷാർജ ടണലാണ്. AI ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മൾ നേരെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, മോളിൽ AI ക്യാമറ ഉണ്ട്. AI ക്യാമറ മോളിൽ കാണുന്നുണ്ട്, അതാണ് AI ക്യാമറ. ഇന്തോനേഷ്യയിലെ AI ക്യാമറയിലൂടെ കടന്നു പോകുകയാണ്. How much money we have to give for the people who's coming for like taking care of the baby? Maybe 10 million. 10 million, yeah. 10 million എന്ന് പറയുമ്പോൾ 10 ജൂത്ത. How much dirham? How much Indian rupees? ഒരു ജൂത ഏകദേശം 5500 എന്താണെന്ന്. അപ്പം 10 ജൂത്ത ആകുമ്പോൾ 50,000 രൂപ, ഏകദേശം 50,000, 60,000 രൂപയാവും ഒരു മാസത്തേക്ക്. ഈ ഇവിടെ കേട്ടോ, ഇവിടെ ഹോം നേഴ്സ് വെക്കാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെയും അമ്മയും ശുശ്രൂഷിക്കാനുള്ള 50,000. So you have to give me 50,000. No, the amount you promised me to. Oh. Farooq promised me to give in delivery room. He promised me. അത് വേറെ സംഭവമല്ലേ. ലേബർ റൂമിന്റെ ഉള്ളിൽ ഞാൻ കയറിയായിരുന്നല്ലോ റഫേന്റെ കൂടെ. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. റഫേന്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്റെ കിളി പാറി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു സൂചി വെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചാൽ തന്നെ വാള് വെക്കും ഞാൻ. എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഫീൽ വരും. പക്ഷെ അന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു എന്റെ പുറത്തൊരു എന്താ കരിയിലെ ജിന്ന് കയറിയ മാതിരിയായിരുന്നു. എനിക്ക് ഭയങ്കര സിഗ്നലാണ്. നമ്മുടെ വണ്ടിയെ ഫൈനൊക്കെ നേരെ അയ്യാന്റെ അക്കൗണ്ടിലേക്ക് പോകട്ടെ. അവിടെ നിന്ന് ഓട്ടോമാറ്റിക് കട്ടാവും. ലേബർ റൂമിൽ അങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേഴ്സും റഫയായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഓപ്പറേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞ് റഫ ബഹളം വെക്കുന്നു. നേഴ്സ് പറയുന്നു ഈ കൊച്ചൊന്നും വിടാൻ കൊച്ചെന്ന്. പോട്ടെ എന്ന് പറഞ്ഞ് നേഴ്സ് റഫേന്റെ അടുത്ത് നേഴ്സിന് ദേഷ്യം വരുന്നത്. റഫ പറയുന്നത് എന്നെ ഓപ്പറേഷൻ ചെയ്യൂ എന്ന് പറയുന്ന പോലെ നേഴ്സ് പറയുന്നത് സമാധാനപ്പെടുന്നു. റഫേന്റെ വെപ്രാളം കണ്ടിട്ട് അമ്മ ആണെങ്കിൽ പറയുന്ന ഓപ്പറേഷൻ ചെയ്യാന്നെന്നാ. ഞാനാണെങ്കിൽ ഇത് രണ്ടിനെ നടക്കുന്നു, ചെകുത്താന്റെയും കടലിന്റെ നടുക്കായി പോയി ഞാൻ. ശരിക്കും ഫണ്ണി തന്നെ. ആ സമയത്ത് എന്റെ അവസ്ഥ എനിക്ക് രസമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ റഫ എടുത്ത് പറഞ്ഞേ, റഫ ഞാൻ നിനക്ക് 50,000 രൂപ തരാന്ന്. റഫ ചോദിച്ചാൽ 50,000 രൂപ ഞാൻ ഇന്ത്യൻ റുപ്പീസ് 50,000 രൂപ റഫയ്ക്ക് തരാം, നീ ചുമ്മാ എന്തിനാ നിനക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. ലേബർ റൂമിന്റെ ഉള്ളിൽ വെച്ച് പറയുന്നതാണ് കേട്ടോ, റഫയെ ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് റഫ ആ സമയത്ത് ഒന്നും മൈൻഡ് ചെയ്തില്ല. ഡെലിവറി എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് പറയാ എനിക്ക് 50,000 എപ്പം തരുമെന്ന്. ഇപ്പഴും ചോദിക്കുന്നുണ്ട് 50,000 കേട്ടോ. ഞാൻ പറഞ്ഞ് you want that 50,000? Yeah. For what you want 50,000? Just give me. ബാക്കി വിശേഷങ്ങൾ പറയാൻ കേട്ടാ. നമ്മളത് 2:49 10 മിനിറ്റും കൂടെ ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫീസ് അടയ്ക്കാനായിട്ട്. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓടിപ്പോയി ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യും. നൂറാം മോൾക്ക് ഭാഗ്യം ഉണ്ടോന്ന് ഇന്നറിയാം. ഇന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. നമുക്ക് വരേണ്ട ബിൽഡിങ് ശരിക്കും ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇല്ല. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടിട്ട് വണ്ടി. അവിടെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിന് വണ്ടി ഇടാൻ പറ്റില്ല. നമുക്ക് കളക്ട് ചെയ്യേണ്ട സാധനങ്ങൾ ഈ 3 എണ്ണമാണ്. ഈ 3 സാധനങ്ങളാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വണ്ടി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഈ ബൈക്കിന് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിൽ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മാത്രമേ ഉള്ളിൽ പാർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ ചെന്ന് കയറി ഉള്ളിൽ. ഇത് കണക്ക് എനിക്ക് ഈ സാധനം കളക്ട് ചെയ്യാനാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ അല്ല, അപ്പുറത്താണ്. ഞാൻ പറഞ്ഞു ഓക്കെ.
അല്ല വണ്ടി എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. നൈസായിട്ട് ഊരി. അവർ വേറെന്തോ ഓഫീസാണ് കേട്ടോ. ഇത് ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ കോംപ്ലക്സ് ആണ്. എല്ലാം കിട്ടി ബോധിച്ചു. ഇതാണ്ടേ അങ്ങനെ നൂറാബി ഇന്തോനേഷ്യക്കാരിയായിട്ടുണ്ട്. പതുക്കെ കൊണ്ട് നൂറാബീനെ ഇന്ത്യക്കാരി ആക്കണം കേട്ടോ. ഇതാണ് അവരുടെ ഡോക്യുമെൻറ്റ്. അവിടെ ചെന്നപ്പോൾ ഫുള്ള് കോമഡി ആയിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ വേണം. കാര്യം ഞാൻ ചുമ്മാ പോയിട്ട് ബേബീൻ്റെ പേര് പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലുണ്ടല്ലോ ഇവരുടെ ഭാഷ സംസാരിക്കത്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പം അവർക്ക് എന്നെ ബുദ്ധിമുട്ടാവും. അവരെന്നെ വെപ്രാളപ്പെട്ടിട്ട് അവരങ്ങ് സാധിച്ചു തരും. ഈ ഫോണിൽ നെറ്റില്ല, മറ്റേ ഫോണിൽ നെറ്റുള്ളൂ. ഞാൻ ആ ഫോൺ കാറിലിട്ട് ഇറങ്ങിയത്. അങ്ങനെ അവസാനം അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ ഒരു പെങ്കുച്ചിൻ്റെ നിന്ന് വൈഫൈ ഒക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ ഫുള്ള് ബഹളവും ചിരിയുമായി. ഇതെല്ലാം വേറെ ഗവൺമെൻറ് ഓഫീസുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് വന്ന് വണ്ടി എടുത്തിട്ട് വന്നത് ഇവിടെ കൊണ്ടിട്ട് കേട്ടാ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ വണ്ടി അലൗഡ് അല്ല. എനിക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് തലയിലെ മുടി നോക്കിയാൽ ആ ഒരു മുടിയുണ്ടോ വെളുത്തിരിക്കുന്നത്. വേണ്ടേ റഫയ്ക്ക് കൈമാറാണ് കേട്ടോ, താലം കൈമാറാണ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തേട്ടാ. ശരിക്കും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇത് റോഡാണ്. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുന്നത് മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ടാക്സിയാണ് കേട്ടോ ഈ കാണുന്ന. ഞാൻ്റെ നമ്മളെ മാളിൻ്റെ ഫ്രണ്ടിൽ ഇതിനകത്ത് കടയുണ്ട് കേട്ടോ, നൂഡിൽസൊക്കെ വിൽക്കുന്ന കട. നമ്മളത് മാളിൻ്റെ ഉള്ളിൽ നടന്ന് കയറുകയാണ്. കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ 50 രൂപ പാർക്കിംഗ് ഫീ കൊടുക്കണം. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനത്തിന് എന്തോ 300 രൂപ, എന്തോ 300 രൂപയുടെ സാധനം വാങ്ങിക്കാൻ എന്തിനാ 50 രൂപ പാർക്കിംഗ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഇങ്ങനെ കറങ്ങി ചുറ്റി പാർക്ക് ചെയ്തോണ്ടിട്ട് ഇതാകുമ്പോൾ ഇതുവഴി കയറി ഇറങ്ങിയിട്ട് നമുക്ക് അതുപോലെ തിരിച്ചിറങ്ങാൻ പറ്റും. ഒരു വലിയ മഴക്കുള്ള സാധ്യതയുണ്ട്, നല്ല കാറ്റുണ്ട്, പിന്നെ ഇതേ കാർമേഘമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നൂറ ബേബിനെ മോളിലൊക്കെ കൊണ്ടുവന്ന് കറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയമായിട്ടില്ല, സദാമാനെ പറയണം, അതിനുള്ള സമയമായിട്ടില്ല. ഇതാണ് കേട്ടോ ഇവരുടെ മോള്. ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഷിഹിലിൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാൻ പണ്ട് ഈ സാധനം ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. ചിക്കൻ എന്തോ ബ്രോസ്റ്റ് ചെയ്തൊരു ഐറ്റമാണ് ഇത് കേട്ടോ. സ്കൂട്ടറൊക്കെ എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇന്തോനേഷ്യക്കാരുടെ ആപ്പിൾ സ്റ്റോറാണ് കേട്ടോ ഇത്. ഐബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. 17 Pro Max ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. ഇതേ എൻ്റെ ഷൂസും എൻ്റെ ചെരുപ്പും എൻ്റെ ഷർട്ടും മാച്ചിങ് ആണ് കേട്ടോ. ഇത് ഫുള്ള് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് വാങ്ങിക്കേണ്ട സാധനം. ഷിഹിലിൻ XXL ക്രിസ്പി ചിക്കൻ. ദിസ് വൺ. ഇവിടെ ഇനി കുറച്ച് സമയം എടുക്കും. അവരത് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ചിക്കൻ വറുക്കത്തുള്ളൂ. ചിക്കൻ എന്തോ പ്രത്യേക രീതിയിൽ വറുത്തിട്ട് അതിൽ പ്രത്യേക സീസണിങ് ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു പ്രത്യേക ഐറ്റമാണ് കേട്ടോ. ചൈനക്കാരുടെ വിഭവമാണ് ഇത്. ഈ പെങ്കുച്ചിട്ടൊക്കെ നോക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് വന്നിരുന്നു. നമ്മുടെ നാട്ടിൽ പെമ്പിള്ളേർ ആരെങ്കിലും കയ്യിൽ എടുത്തുകൊണ്ട് മാളിൽ വരുമോ? ഇത് കയ്യിൽ എടുത്തുകൊണ്ട് വന്നേക്കാം മാളിലാണ്. നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ. എന്തായാലും മഴ പെയ്തില്ല. ഞാൻ വിചാരിച്ച് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. വണ്ടി അവിടെ ഉണ്ടോ നോക്കട്ടെ. പോലീസുകാരെയും ടോ ട്രക്ക് വെച്ചിട്ട് വലിച്ചിട്ട് പോയെന്ന് അറിഞ്ഞില്ലേ നമ്മളെ വണ്ടി. റഫയ്ക്ക് ഞാൻ ഓഫർ ചെയ്തത് 50,000 ഇന്ത്യൻ റുപ്പീസ് അല്ലേ. ഇത് 50,000 ഇന്തോനേഷ്യൻ റുപ്പീസാണ് കേട്ടോ. ഇതിലും ഒതുക്കാം നമുക്ക്. സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് കൈക്കൂലി കൊടുത്ത ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കും. നൂറ എണീക്കുന്നത്. നൂറ ചിക്കൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് നൂറ എണീക്കുന്ന കേട്ടോ. ഞാൻ ഇത് കഴിച്ചു നോക്കട്ടെ. റഫ ഭയങ്കരമായിട്ട് തള്ളിയതാണ്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. ചിക്കൻ സ്ട്രിപ്സ് പോലെ ഒരു സാധനം, പക്ഷേ അതിൻ്റെ ഒരു റെസിപ്പി വേറെ എന്തോ സീസണിങ് ഒക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ബിസ്മില്ലാ. കൊല്ലത്ത് ഇത് വിൽക്കാൻ പറ്റുമെന്ന് റഫ ചോദിക്കുന്നു. ബിസിനസ് ഐഡിയ പറ്റും, പക്ഷേ 300 രൂപയ്ക്ക് ഈ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലക്കാരെ നേടിയിട്ടു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞു നൂറായോട് സ്നേഹം തോന്നിയിട്ട് ഒരു 120 ജൂത്ത നമുക്ക് ഗിഫ്റ്റായിട്ട് തരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ഇന്നലെ എന്നെ വിളിച്ചിരുത്തി ഇങ്ങനെ പറഞ്ഞു, ഒരു 120 ജൂത്ത നൂറാക്ക് വേണ്ടിയിട്ട് തരാണ് ഫാറൂഖ് എന്നൊക്കെ. ഒരു 25,000 ദിറംസ് ഉണ്ടാവും, ഒരു 5.5-6 ലക്ഷം രൂപ ഉണ്ടാവും. അത് കിട്ടിയിട്ട് വേണം നാട് വിടാൻ. ഇന്നലെ എന്തോ സ്നേഹം തോന്നിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഇന്നലെ ഞാനിങ്ങനെ റഫേനെയും മോളെയൊക്കെ പരിചരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം തോന്നിയെന്ന് പറയണം. സ്നേഹം ഉണ്ടായിരുന്നു, ഓൾറെഡി കൂടിക്കാണും ചിലപ്പോൾ. പിന്നെ അതുകൊണ്ടാണ് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാറൂഖ് നിനക്ക് നല്ല ചിലവൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞാൽ ചിലവുണ്ട്, ജോലിയൊക്കെ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ നല്ല ഉഷാറാണ്, എനിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ഗിഫ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ചെയ്യാം. അതിനെന്താ പറ്റി? അതൊന്നും കുഴപ്പമില്ല, ഗിഫ്റ്റൊന്നും വേണ്ട. അല്ല അതല്ല, ഗിഫ്റ്റ് ചെയ്യണം, നൂറാക്കുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഓക്കെ, 2 കൈ നീട്ടിയോ 4 കൈ നീട്ടിയോ ഞാൻ വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ല, അതൊന്നും കുഴപ്പമില്ല,
കുഴപ്പമില്ല. അല്ല അത്രക്കുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല, ചെറിയൊരു ഗിഫ്റ്റാണ്. ഒരു 120 ജൂത്ത ഞാൻ നൂറാക്ക് വേണ്ടിയിട്ട് തരാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പം തന്നെ ഞാൻ മാറിയിട്ട് അടിച്ചു നോക്കി 120 ജൂത്ത എന്ന് വെച്ചാൽ എത്രയാണെന്ന്. നോക്കുമ്പോൾ ഒരു 25,000 ദിറംസ് ഉണ്ട്, ഒരു 5-6 ലക്ഷം രൂപ. അപ്പം എന്തായാലും നൂറ വന്നത് കുറച്ച് റിസ്ക്കും കൊണ്ടാണ്. ബ്ലോക്ക് നോക്കേ, ഞാൻ ഏതാ പറഞ്ഞത്, നമ്മൾ അങ്ങനെ 120 ജൂത്ത കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കാം കേട്ടോ നമുക്ക്. റഫ, ഹൗ മെനി കൺട്രീസ് യു ഹാവ് വിസിറ്റഡ് വിത്ത് ദിസ് പാസ്പോർട്ട്? തായ്വാൻ, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, ഇന്ത്യ. 5 രാജ്യങ്ങൾ, 5 കൺട്രീസ്. കൊള്ളാം. ഞാൻ 3 രാജ്യത്തിൽ എന്താ പോയിട്ടുള്ളൂ. 3 രാജ്യം എന്ന് പറയുമ്പോൾ ദുബായ്, ഇന്തോനേഷ്യ, അത് 2 പോയിട്ടുള്ളൂ. മലേഷ്യ, സിംഗപ്പൂരൊക്കെ ട്രാൻസിറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ മൈക്കങ്ങ് റഫയ്ക്ക് കൊടുത്തേക്കാ. കാര്യം റഫേന്റെ വായിന്ന് ശബ്ദം ചെറിയ രീതിയിലേ വരത്തുള്ളൂ, സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ. ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ആവശ്യമൊന്നുമില്ല. വെൻ യു ആർ ആംഗ്രി നോ നീഡ് മൈക്ക്. അത് കേരളവും ഇന്തോനേഷ്യ ഒക്കെ സെയിം തന്നെ കേട്ടോ. ദാറ്റ് സെയിം ഈവൻ ഇഫ് ഇറ്റ്സ് ഇന്തോനേഷ്യൻ ഓർ കേരളൈറ്റ്, വെൻ സമൺ ഗെറ്റ്സ് ആംഗ്രി അതൊരു വ്യത്യാസം ഇല്ല. Same like him. ഞാൻ എപ്പോഴും ഒച്ചത്തിലല്ല സംസാരിക്കുന്ന. ആദ്യം ഞാൻ ചെറുതിൽ ഞാൻ ഒച്ചത്തിലായതല്ല സംസാരിക്കുന്ന, വാപ്പി ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുക. അങ്ങനെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഞാനും ഒച്ചത്തിലായി. ലെഫ്റ്റ് റൈറ്റ്? Straight. ദിസ് വൺ Straight. ഓർ ബ്രിഡ്ജ്? Bridge. ഇവെന്തോടെ കാണിക്കുന്നത്? There no failed. പിന്നെ അല്ല, കൊല്ലക്കാരൻ്റെ അടുത്ത് അവന്റെ കളി, ആ ഹോൺ അടിച്ച് കളിക്കുന്നതിൻ്റെ അടുത്ത് ഇറങ്ങി അവനെ ഇടിക്കണ്ടേ നമുക്ക്? കൊല്ലത്തായിരിക്കണമായിരുന്നു. ഇഫ് ഇറ്റ്സ് ഇൻ കൊല്ലം ഐ വുഡ് ഹാവ്. വരുന്ന പറഞ്ഞു വരുന്നേ പടച്ചോനെ. വേണ്ട. അംഗബലവും ആൾബലവും ഇവിടെ എനിക്ക് കുറവാണ്. ഇവിടുത്തെ ഈ ഒരു സ്പോട്ട് നല്ല രസമാട്ടെ കാണാൻ. പതുക്കെ കമത്ത്. പാപ്പി ഉമ്മയും ചിക്കൻ കഴിച്ച്. നൂറാബിക്ക് മിൽക്ക് തരാം ട്ടാ. ബാ മിനി. അതെന്താ ബ്രേക്ക് ഇട്ടണക്ക് സൗണ്ട് കേൾക്കുന്നത്? എന്താ നൂറ സൗണ്ട് കേട്ടെ? ബ്രേക്ക് പിടിച്ചണക്ക് എന്താ സൗണ്ട് കേട്ടെ? നൂറ മൈക്ക് കൊടുക്കാം നമുക്ക് നൂറാക്ക്. നൂറയെ മൈക്ക് കൊടുത്ത് എണീപ്പിക്കാം. മയക്കം കൊടുത്തല്ല, മൈക്ക്. എന്തെങ്കിലും പറയും നൂറ, മൈക്ക് വന്നല്ലോ. ആ ആകാശം നോക്ക്. നൂറാബി. അങ്ങനെ ഫൈനലി ഒരു കരാറിലെത്തി. റഫയ്ക്കുള്ള 50,000 എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിച്ചോളാൻ പറഞ്ഞ്. റഫയ്ക്ക് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണ്ട, റഫയ്ക്ക് ഇവിടുത്തെ ഷെയറിലിടാനാണ്, ഷെയർ വാങ്ങിക്കാനാണ്. റഫയ്ക്ക് ചിലവാക്കാനൊന്നും വേണ്ട കേട്ടോ, ചിലവാക്കാനുള്ളതൊക്കെ അക്കൗണ്ടിലുണ്ട്. ഇത് റഫയ്ക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ, അതിലിടാനാണെന്ന്. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫ, ആർ യു ഹാപ്പി? No, because the money is not with me. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ നൂറ ബേബീൻ്റെ കാർഡ് വാങ്ങി, നൂറ ബേബീൻ്റെ ID കാർഡ് വാങ്ങി. ഇനി അടുത്തത് പാസ്പോർട്ടാണ്. ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനാണ് കേട്ടോ. അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊന്നുമില്ല, എല്ലാം ഓൺലൈനിൽ കിട്ടി. സോഫ്റ്റ് കോപ്പിയാണ് കിട്ടിയത്, അതെല്ലാം ഫോണിലുണ്ട്, ഈ മെയിലിലുണ്ട്. എന്തേലും എത്ര സിലറാണ് pisang goreng enggak ya? Saya habis. Ini juga 2.000 ya? Iya. 2 aja. Ini apa itu? Kacang hijau. Kacang hijau di dalam ya? Iya, di dalam. Blasteran Kak? Apa Mbak? Blasteran Kakak ya? Apa India? Iya, India. Oh. Iya, terima kasih ya. Oke, sama-sama. ഹോട്ടലിലുള്ള ഫുഡെല്ലാം കണ്ടിട്ട് ഇതേ അവിടെ ഇന്ന ഫുഡുണ്ട്, ഈ ഫുഡുണ്ട്, ആ ഫുഡുണ്ട് എന്നൊക്കെ പറയാണ് റഫ കേട്ടാ. നമ്മളത് വീടെത്തി. Yunus. Oh, maybe she. Better give that kumbu to him. Yunus. Mau nggak? Kumbu. Boleh. Iya. Oh, Yunus baru balik. Udah 3. Sekolah jam berapa? Jam 1. Oh, siang. നമ്മളിപ്പോൾ വാങ്ങിച്ച സാധനം ഉണ്ടല്ലോ, അത് യൂനിസിന് കൊടുത്തു കേട്ടോ. യൂനിസ് നടന്നു വരുന്നുണ്ടായിരുന്നു സ്കൂൾ കഴിഞ്ഞ്. ഞാൻ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ സാധനം കഴിച്ചു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പോട്ടെ. Hai, happy.
Dari mana, Vi? Ini dari rumah mak ipah. Oh. Lagi besok lagi saya. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. അല്ലോ.